മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീം കുമാർ കരരോഗത്തെ തുടർന്ന് ഇന്നലെ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ അതോടുകൂടിയുള്ള മരണാന്തര ചടങ്ങുകളും പൊതുദർശനം നമ്മളിന്ന് കാണുകയായി. ഏകദേശം 300 സിനിമകൾ നമ്മളെ രസിപ്പിച്ചും കളിപ്പിച്ചും കരയിപ്പിച്ചും ജീവിതത്തിൽ അഭിനയിക്കാതെ ജീവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകളിൽ നമുക്ക് കാണാനിടയായത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു ഇന്നലെ മുതൽ അത്രത്തോളം കടിച്ചമർത്തിയ സങ്കടം കൊണ്ടാണ് ഇന്ന് വരെ ആ പരിപാടിക്ക് മരണാനന്തര ചടങ്ങുകളിൽ നിന്നത്. അപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടുപോയി. സ്വാഭാവികം. കാരണം ഈ ചെങ്ങായിമാർ നീലക്കുയിൽ പച്ചക്കുയിൽ മാധ്യമ പ്രവർത്തകർ ആ ഒരു ഒരു സമാധാനം കൊടുക്കണ്ടേ, കൊടുക്കണ്ടേ. ഒരു മരണപ്പെട്ട വീട്ടിൽ ആദ്യം വേണ്ടത് സമാധാനമാണ്. അല്ലാതെ അവിടെ കടന്ന് കാരണം അത് അവിടെ നടന്മാർ വരും, രാഷ്ട്രീയക്കാർ വരും, സെൽഫി എടുക്കാൻ നിൽക്കുക. അതിനൊക്കെ നേരമുണ്ട്, കാലുണ്ട്, ബോധമുണ്ട്, സ്ഥലമുണ്ട്. ഇത് നേരും കാലും ബോധവും ഇല്ലാതെ മരണ വീട്ടിൽ ചെന്നാണ് സെൽഫി എടുക്കാൻ നിന്നു ഷാളിടാൻ നിന്നാലും അടി കിട്ടും ചെയ്യും. ഇങ്ങനെയുള്ള പ്രതികാരങ്ങൾ കേൾക്കേണ്ടി വരും. ബോധമല്ല ഇത് എത്ര കാലം അതൊക്കെ ആരും മരിച്ചാലും ഇങ്ങനെ തന്നെ ഉണ്ടായാലും കാണലുണ്ട്. ഈ മഞ്ഞക്കുയിലും പച്ചക്കുയിലും നീലക്കുയിലൊക്കെ പാടെ ക്യാമറയും കൊണ്ട് തള്ളിക്കയറുക. ഇത് ഇന്നേ വരെ ബോധം വെച്ചിട്ടില്ലേ പൊന്നാര ചെങ്ങന്മാരെ? നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളി മട്ടത്തിൽ അതിൻ്റെ രീതിക്ക് മാണ്ടിയത് മാത്രം. അല്ലാതെ ഓലെ ശല്യപ്പെടുത്തി ഓലെ ചടങ്ങുകളെ അടങ്ങാറാക്കി അവിടെ കടന്ന് സെൽഫി എടുക്കാൻ നിന്ന് മറ്റേതാക്കി മറിച്ചതാക്കാൻ നിന്നാൽ എന്ത് കാര്യം? സമാധാനം പറഞ്ഞ സാധനമല്ല മനുഷ്യന് വേണ്ടത്. അതൊരു മരണ വീട്ടിൽ അത് കൊടുക്കാമെന്നാൽ പിന്നെ എങ്ങനെയാണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരുത്തോ ഷാല അടിയിച്ചാൽ നോക്കുകയാണ്. മൂപ്പരത് തള്ളി മാറ്റി വി ഡി സതീശൻ ആ മരണ ചടങ്ങിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ തുടങ്ങി. ജാതി ഓരോ പരിപാടിക്ക് ആരോട് പറയാറില്ല. ഇത് കേരള ഇവിടെ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ. ബോധം വെക്കണില്ലാതെ കുറേ